ശ്രീ ഭഗവാനെ മനസ്സിൽ സ്മരിക്കൂ. ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഈ നിമിഷം എൻ്റെ ഓരോ കോശങ്ങളിലും നിറഞ്ഞിരിക്കുന്നു എന്ന ഭാവത്തിൽ 3 തവണ ഓം ചാൻഡ് ചെയ്യാം. ദീർഘമായ ശ്വാസം അകത്തേക്ക്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീ ഗുരവേ നമഃ. നിറഞ്ഞ തൃപ്തിയോടെ ഒരു ദീർഘമായ ശ്വാസം ഒരിക്കൽ കൂടി അകത്തേക്ക്. പൂർണ്ണ തൃപ്തിയിൽ ശ്വാസം പുറത്തേക്ക്. സാവധാനം കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്. ജയ ഗുരുദേവ്. അങ്ങനെ നമ്മൾ 4-ാം ദിനം കർമ്മയോഗം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. കർമ്മം കർമ്മം കർമ്മം. വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് കർമ്മം. കർമ്മഫലം. നിന്റെ ഫലമാണിത്, നിന്റെ വിധിയാണിത്, നിന്റെ കർമ്മമാണിത്. എല്ലാത്തിലും നമ്മള് കർമ്മത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ സമയത്തും, പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ വരുമ്പോ ഇത് നിന്റെ കർമ്മഫലമാണ്, നീ ഇത് അനുഭവിച്ച് തീരുള്ളൂ. ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കർമ്മഫലത്തെ പറ്റിയിട്ട്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിലുള്ള കർമ്മഫലം? അതെങ്ങനെയാണ് ഫലമായി മാറുന്നത്? ഇതെല്ലാം നമ്മുടെ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ ശ്രീമദ് ഭഗവത്ഗീത അത് അദ്വൈതാമൃതമാണ്. ആ ധ്യാന ശ്ലോകം കേൾക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അദ്വൈത അമൃതം. അമൃതം മീൻസ് ആ നെക്ടർ. അദ്വൈതം, there is no dual ഇല്ല ഇവിടെ, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. തത്വം അസി. അത് തന്നെയാണ് ഞാനും. രണ്ടെന്ന് ഉള്ളത് ഇല്ല. അദ്വൈതം ഇത് മനസ്സിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ ഒരു യഥാർത്ഥ എസൻസിലൂടെ കടന്നു പോകാൻ സാധിക്കും. ഈ അദ്വൈത സിദ്ധാന്തം, നോൺ ഡുവലിസ്റ്റിക്, തത്വമസി, ആ ഒരു വാക്യമൊക്കെ ഉള്ളത് നോൺ ഡുവലിസ്റ്റിക്. അവിടെ നമ്മളെല്ലാ ഉപനിഷത്തുക്കളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സുഖത്തിലോ അല്ലെങ്കിൽ ദുഃഖത്തിലോ പെടരുത്. സുഖവും ദുഃഖവും സ്വർഗവും നരകവും ഇതെല്ലാം മനസ്സിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ഇതല്ല സത്യത്തിൽ, ഇതൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം മനസ്സിന്റെ സൃഷ്ടി മാത്രമാണ്. അഷ്ടവക്ര ഗീതയിലെ ഒരു ഡയലോഗാണ് അഷ്ടവക്ര ഗീത. ഹയസ്റ്റ് നോളജ് ഓൺ അദ്വൈത, അഷ്ടവക്ര ഗീത. അപ്പോ അതിലൊരു ഡയലോഗാണ്. അഷ്ടവക്ര മുനി ജനക മഹാരാജാവിനോട് പറയുന്നതാണ്, സ്വർഗവും നരകവും സുഖവും ദുഃഖവും അല്ലയോ മഹാരാജാവേ, ഇത് അങ്ങയുടെ മനസ്സിന്റെ മാത്രം സൃഷ്ടിയാണ്, അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അങ്ങയുടെ ജീവിതം. അഷ്ടവക്ര മുനി പറഞ്ഞതാണിത്. ദെൻ ഒരു നോൺ ഡുവലിസ്റ്റിക് നേച്ചറിലേക്ക് വരും. തത്വമസി, ഇവിടെ അങ്ങയുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. അതിൽ അപ്പുറം മറ്റൊരു ഈശ്വരീയത ഇല്ല. അങ്ങ് തന്നെയാണ് ആ ഒരു ഈശ്വര തത്വം. അഷ്ടവക്രമുനി പറയാനാണ് അദ്വൈതം. അപ്പൊ അദ്വൈതാമൃതമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത ഫൗണ്ടേഷൻ എവിടെയാണ്? അദ്വൈതത്തിലാണ്.
അങ്ങനെ വരുമ്പോൾ മനസ്സിലാവും ഭഗവത്ഗീത സുഖത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. എന്താണ്? ദുഃഖത്തിനോ അല്ലെങ്കിൽ സുഖത്തിനോ വേണ്ടിയിട്ടുള്ളത് അല്ല ശ്രീമദ് ഭഗവത്ഗീത. കാരണം ചില ആൾക്കാർ പറയാറുണ്ട്, മനസ്സിന് സുഖം കിട്ടും ഗീത വായിച്ചു കഴിഞ്ഞാൽ. സുഖം. സുഖം എവിടെയുണ്ടോ അവിടെ ദുഃഖമുണ്ട്. യെസ് ഓർ നോ? അപ്പൊ ശ്രീമദ് ഭഗവത്ഗീത സുഖം നൽകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദുഃഖവും നൽകും അല്ലേ? അപ്പൊ ഗീത അങ്ങനെ ദുഃഖം നൽകുന്നതാണോ? ചിന്തിക്കണം. അപ്പൊ ഈ സുഖവും ദുഃഖവും എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്? എന്താണ്? വെറുതെ മെസ്സേജ് അയച്ചോളൂ. പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു? എന്തായിരിക്കും പ്ലഷർ? എന്തായിരിക്കും ഹാപ്പിനെസ്? രണ്ടും രണ്ട് അവസ്ഥകളാണ്. ഓക്കെ, വേറെ എന്താണ്? ഇന്നർ ബ്ലിസ്. ഞാൻ ചോദിച്ചത് പ്ലഷർ എന്താണ്, ഹാപ്പിനെസ് എന്താണ്? അക്കോർഡിംഗ് ടു യു ആണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ പ്ലഷർ എന്ന് പറയുന്നത്, പ്ലഷർ ഈസ് മോർ പേഴ്സണൽ. കറക്റ്റ്. ഹാപ്പിനെസ് ക്യാൻ ഓൺലി ബി ഷെയർഡ്. ഓക്കെ, വെരി ഗുഡ് അർച്ചനാജി. കറക്റ്റ്. എക്സ്പാൻഷൻ ഓഫ് മൈൻഡ് ആണ് ഹാപ്പിനെസ്, റെസ്ട്രിക്ഷൻ ഓഫ് മൈൻഡ് ആണ് പ്ലഷർ. വേറെന്താണ്? വേറെ നമ്മുടെ വേദാന്തിക് സ്റ്റുഡൻസ്, ഗീത സ്റ്റുഡൻസ്, പ്ലഷർ ഈസ് വെരി സ്റ്റോർട്ട്. നൈമിഷികമാണല്ലേ? നിലവിലുള്ള അവസ്ഥയിൽ താഴ്ന്നു നിൽക്കുമ്പോൾ ദുഃഖം. അപ്പോ ഞാൻ എന്റെ അവസ്ഥയെ ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ, ഞാൻ ഇന്ന അവസ്ഥയിലാണ്. അപ്പോഴും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമല്ലോ നമ്മുടെ അവസ്ഥയെ, അല്ല നിതീഷ്? ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു അവസ്ഥയിലാക്കി നമ്മൾ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്, ഇതാണ് എന്റെ അവസ്ഥ. അപ്പൊ ആ അവസ്ഥയ്ക്ക് താഴെ പോയ ദുഃഖമാണ്, മുകളിൽ പോയ സുഖമാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. കറക്റ്റ്. മനസ്സിലാക്കേണ്ട കാര്യം, പ്ലഷർ അത് വികാരമാണ്. പ്ലഷർ ഇസ് ആൻ വികാരം. വികാരം മീൻസ് അത് നൈമിഷികമാണ്, അത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. ഇന്ദ്രിയത്തിന്റെ ആ ഒരു ശക്തി ക്ഷയിക്കുന്നതിനോടൊപ്പം പ്ലഷറും ഇല്ലാതെയാവും. പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മനസ്സിന്റെ ഹാപ്പിനെസ് ആണ്. അപ്പൊ ജീവിതത്തിൽ ഹാപ്പി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതിന് സുഖമുണ്ട്. ചില ആൾക്കാർക്ക് പറയാറുണ്ട്, ഇത് നോക്കിക്കോളൂ, ഈ ഒരു കാര്യം ചെയ്തു കൊള്ളൂ, ജീവിതത്തിൽ മുഴുവനും സുഖമായിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു സുഖമുണ്ട്. നമ്മൾ ജീവിതകാലം മുഴുവനും ഓരോരോ സാഹചര്യം കൂടെ പോയപ്പോ, പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് കാഡ്ബറി ചോക്ലേറ്റ് കിട്ടിയപ്പോഴേക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു മനസ്സിന്. അപ്പൊ ഞാൻ ആ സുഖവുമായിട്ട് ഹാപ്പിനെസ്സിനെ കണക്ട് ചെയ്യും. അപ്പൊ ഹാപ്പിനെസ് പ്രോഗ്രാം. അപ്പൊ ജീവിതകാലം മുഴുവനും സുഖം കിട്ടുന്ന ഒരു പ്രോഗ്രാം ആണല്ലേ ഹാപ്പിനെസ് പ്രോഗ്രാം. യെസ്, ആളുകൾ എങ്ങനെയൊക്കെയാ വരുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ സുഖത്തെയും ആ ഒരു എന്താ പറയാ സന്തോഷം എന്ന് നമുക്ക് വിളിക്കാം ഇവിടെ, അല്ലെങ്കിൽ പ്ലഷറും ഹാപ്പിനെസ്സും രാവും പകലിന്റെയും വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പ്ലഷർ ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്. കാരണം പ്ലഷറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ ഹാപ്പിനെസ് ആയിട്ട് ധരിച്ചു വെച്ചിരിക്കുകയാണ്. ആൻഡ് ഗീത എപ്പോഴും പറയുന്ന കാര്യം സ്ഥിതപ്രജ്ഞനെ പറ്റിയാണ്, ചിത്തയെ പറ്റിയാണ്. സമചിത്ത. ഇത് മനസ്സിൽ അടി ഉറക്കട്ടെ. ഒന്നാമത്തെ കാര്യം അദ്വൈതമാണ്. അദ്വൈതത്തിൽ സുഖവും ദുഃഖവും ഇല്ല. എന്നുവെച്ചാൽ പ്ലഷറിനെ പറ്റി അല്ല ഇവിടെ സംസാരിക്കുന്നത്, മനസ്സിനെ പറ്റി അല്ല അദ്വൈതം. ഇറ്റ്സ് എൻ ഹയർ നോളജ്. മനസ്സിനും അപ്പുറമാണ് നിൽക്കുന്നത്. മനസ്സിന്റെ പിടിയിൽ നിന്ന് വിടാനാ പറയണത്. കാരണം മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള കുറെ കൺസ്ട്രക്ഷൻസും ആ മനസ്സുണ്ടാക്കി തന്നിട്ടുള്ള ആ ഒരു ലോകത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമോഷണൽ എക്സ്പീരിയൻസ്. അപ്പൊ മനസ്സിന്റെ പിടിയിൽ നിന്ന് വിടൂ. ആൻഡ് ഹാപ്പിനെസ് സമചിത്തത. സുഖത്തിലും ദുഃഖത്തിലും ഒരു പുഞ്ചിരി നിങ്ങൾക്ക് മുഖത്ത് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇമോഷണൽ ടർബുലൻസ് ഇല്ലാതെ, സുഖം വരുമ്പോ അങ്ങേയറ്റ സന്തോഷവും, ദുഃഖം വരുമ്പോ അങ്ങേയറ്റ ഡിപ്രഷനും. ഇതാണ് ടർബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ചേർന്നാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ ഉയരാനും താഴാനാണ് നിങ്ങൾ കിടക്കുന്നെങ്കിൽ ആരുടെയോ കയ്യിലെ കളിപ്പാവയാണ്, കർമ്മത്തിന്റെ കയ്യിലെ
കളിപ്പാവയാണ് ഞാൻ എന്നതും മനസ്സിലാക്കിക്കൊള്ളണം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കർമ്മയോഗം പഠിക്കുമ്പോൾ. എന്ത് ആ ഒരു വികാരങ്ങൾക്കനുസരിച്ചിട്ട് ഇപ്പൊ ദുഃഖമുണ്ടായി, അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ്, അയ്യോ വീണ്ടും വീണ്ടും ദുഃഖം കയറുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഉള്ളില്. ആ ഒരു സാഹചര്യത്തെ പറ്റി, ആ ഒരു വ്യക്തിയെ പറ്റിയുള്ള ഇംപ്രഷൻ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? ആ ഇംപ്രഷന്റെ സ്വഭാവം എന്താണോ അതിനനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വീണ്ടും വരും. മറ്റൊരു സാഹചര്യത്തിൽ, മറ്റൊരു വ്യക്തിയുടെ രൂപത്തിൽ. ഇവിടെ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ യാതൊരുവിധ പ്രാധാന്യങ്ങളും ഇല്ല. ഇന്ന് രമണി ആയിരിക്കും പണി തന്നത്, നാളെ അത് ജാനകി ആയിരിക്കും, മറ്റന്നാൾ ഇത് ഭാസ്കരനായിരിക്കും, പിന്നെ നാളത് മഹേഷ് ആയിരിക്കും. ഇതാണ് കർമ്മം. വ്യക്തികൾക്കല്ല പ്രാധാന്യം. നിങ്ങളുടെ ഉള്ളിലുള്ള ഇംപ്രഷൻ എന്താണോ, അത് തരുന്ന എനർജി എന്താണോ, യെസ്, അതാണ് നിങ്ങളുടെ ജീവിതം. അതാണ് ജീവിതം, അതാണ് കർമ്മം. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം, ഇതാണ് കർമ്മം എന്ന് പറയണത്. ആൻഡ് ഭഗവത്ഗീതയുടെ സുഖത്തെ പറ്റിയോ ദുഃഖത്തെ പറ്റിയോ അല്ല സംസാരിക്കുന്നത്, അതിൽ നിന്ന് വിടാനാണ് പറയുന്നത്. സമചിത്തനാവുക, അതാണ് സ്ഥിതപ്രജ്ഞൻ. ആ സ്ഥിതപ്രജ്ഞയിലേക്കുള്ള ആ വഴികളാണ് കർമ്മയോഗം, ജ്ഞാനയോഗം, സാഖ്യയോഗം, എവരിത്തിങ്, എല്ലാ രാജയോഗം എല്ലാം. ആ ഒരു സമചിത്തതയിലേക്കുള്ളതാണ്. അല്ലാതെ ജീവിതത്തിൽ സുഖം നൽകാനല്ല ഭഗവത്ഗീത. അത് പ്ലഷർ നൽകില്ല. കാരണം അത് പ്ലഷറിന്റെ പിടിയിൽ നിന്ന് വിടാനാണ് ഗീത നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭഗവത്ഗീതയെ കാണുമ്പോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പണ്ട് ചോക്ലേറ്റ് തിന്ന സുഖത്തെയുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഈ കർമ്മത്തെ പറ്റി പോലും മനസ്സിലാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാവണമെങ്കിൽ ആദ്യം അദ്വൈതം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സുഖവും ദുഃഖത്തെ പറ്റിയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ല മനസ്സിന്റെ ഒരു മനസ്സിന്റെ മെന്റൽ റിയാലിറ്റിയാണ് സുഖവും ദുഃഖം എന്ന് പറയണത്, പ്ലഷർ എന്നൊക്കെ പറയണത്. വികാരങ്ങളുടെ ഒരു അതിസ്ഫുരണം എന്നൊക്കെ പറയാലോ. വികാരങ്ങളാണ് ഫുൾ അത്, ഈ സുഖവും ദുഃഖവും എന്നുള്ളതെല്ലാം. ആ വികാരങ്ങളുടെ പിടിയിൽ നിന്ന് വിട്ടുമാറാനാണ്. യെസ്, അപ്പൊ അതിൽ നിന്ന് വിട്ടുമാറി സമചിത്തതയോടുകൂടി എങ്ങനെ കർമ്മം ചെയ്യാം, അതാണ് കർമ്മയോഗം. അതാണ് കർമ്മയോഗം. ഒരു ചെറിയൊരു കഥ പറയുന്നതിലൂടെ, എല്ലാവരുടെയും കയ്യിൽ ബുക്കും പേനയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ബുക്കും പേനയും ഒരു കാര്യം നമുക്കിന്ന് ചെയ്യാം. കാരണം ഇന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എന്റെ ബേസ് അറിയണ്ടേ, ആ ഫൗണ്ടേഷൻ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ ഉപനിഷത്തിലൊരു കഥയിലൂടെ തുടങ്ങാം. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ അതിനൊരു കുറച്ചും കൂടെ ഒരു ബേസ് വരും. കഥ ഇതാണ്. ഒരു ഋഷി, അദ്ദേഹം ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോയി അദ്ദേഹം ധ്യാനം ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി. അവസാനം ഒരു പുഴക്കരയിലെത്തി. പുഴക്കരയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം, സാധനങ്ങളും ഭാണ്ഡക്കെട്ടെല്ലാം താഴെ ഇറക്കി വെച്ചിട്ട് ആ പുഴക്കരയിൽ അദ്ദേഹം ധ്യാനിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ചു. ആ പ്രകൃതിയുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ പഞ്ചകോശ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ആ ഒരു പ്രകൃതി ശബ്ദങ്ങൾ സ്വീകരിക്കുന്നു, സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കുന്നു, വികാരങ്ങൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുകളിൽ, മരത്തിന്റെ താഴെയാണല്ലോ ഇരിക്കുന്നത്, കാടാണല്ലോ, അപ്പൊ മുകളിൽ നിന്ന് ഒരു പക്ഷി ഇദ്ദേഹത്തിന്റെ മുകളിൽ കാഷ്ടിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ മുഖത്ത് കാഷ്ടിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഏതൊരു പക്ഷിയുടെ വിസർജ്യം എന്റെ മുഖത്ത് വീണിരിക്കുന്നു. അതിഘോരമായ ദേഷ്യത്തോടു കൂടി ഇദ്ദേഹം കണ്ണുകൾ തുറന്ന് ആ പക്ഷിയെ നോക്കുകയാണ്. നോക്കുന്ന മാത്രമേ ആ പക്ഷി ഭസ്മമായി പോന്നു, കരിയായി പോവുകയാണ് അവിടെ. അപ്പോ ഇത് കണ്ട അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. പക്ഷെ സ്വന്തം കഴിവിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ സിദ്ധി നേടിയിരിക്കുന്നു. കാരണം എന്റെ ആ ഒരു നോട്ടത്തിൽ തന്നെ പക്ഷി കരിഞ്ഞു പോയിരിക്കുന്നു, അപ്പൊ ഞാൻ സിദ്ധി നേടിയിരിക്കുന്നു. അതേസമയം അത്ഭുതവും, ഇതൊക്കെ എങ്ങനെയുണ്ടല്ലേ എന്ന അത്ഭുതവും. അപ്പൊ അദ്ദേഹത്തിന് ഒരു സംഭവം കീറി, ഉള്ളിലങ്ങ് കീറി. നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ അല്ലെ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ ഞാനാണ് ചെയ്തത് എന്ന് തോന്നിക്കഴിയുമ്പോൾ, കണ്ടോ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്നൊരു ബോധം കീറുമല്ലോ ഒരു സംഭവം ഉള്ളില് എന്നതുപോലെ ഈ ഒരു ഋഷിയുടെ ഉള്ളിലും ആ ഒരു ബോധം കീറി. അപ്പൊ ഇദ്ദേഹത്തിന് ആ ഒരു സുഖം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ അത് ഉച്ചയായ സമയം. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോ അന്ന് ഭിക്ഷ യാചിക്കുകയാണ്. എല്ലാ ഋഷിമാരും എന്താണ് ഭിക്ഷ യാചിക്കുക. അവിടെ എവിടെയാണോ നടന്നു പോകുന്നത് ആ വഴി കാണുന്ന വീട്ടിൽ കയറി കുറച്ച് ഭക്ഷണം ചോദിക്കും. ആ ഒരു അല്പം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെ യാത്ര തുടരും. യാത്രയാണല്ലോ. അപ്പോ അങ്ങനെ ഇദ്ദേഹം ആ ഒരു കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗ്രാമത്തിലേക്ക് കയറി ചെല്ലുകയും ഗ്രാമത്തിലൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം അവിടുന്ന്
ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്ക് ഭിക്ഷ നൽകൂ, കുറച്ച് ഭക്ഷണം തന്നാലും എന്ന് പറയുകയാണ്. അപ്പൊ അകത്ത് നിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുകയാണ്. സ്ത്രീ പറയാണ്, ആരാണെങ്കിലും അങ്ങ് അവിടെ നിൽക്കൂ, ഞാൻ എന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്, അതിനുശേഷം ഞാൻ വരുന്നതായിരിക്കും എന്ന് പറയാണ് സ്ത്രീ. അപ്പോ ഇത് കേട്ടപ്പം നമ്മുടെ വീടിന്റെ മുന്നിൽ നിന്ന് ഋഷി, അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന ഋഷിയാണ്, ഞാനൊരു സന്യാസി വര്യനാണ്, വിശക്കുന്നുണ്ട്, ഭക്ഷണം നൽകിയാലും. അപ്പൊ സ്ത്രീ പറഞ്ഞു, ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ എനിക്ക് ഇപ്പോൾ വരാൻ ഇപ്പോൾ നിർവാഹമില്ല, കാരണം എന്റെ ഭർത്താവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഇപ്പൊ കഴിയും, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിന് വളരെ കോപാകുലനായി. കാരണം യെസ്, ഭക്ഷിയെ കത്തിച്ചു കളഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെണ്ണും ഭസ്മമായി പോവും, വെറുതെ എന്നെ കൊണ്ട് നോക്കിപ്പിക്കണ്ട, വെറുതെ ജീവിതം കരിച്ച് കളയണ്ട എന്നുള്ളൊരു ബോധക്കുള്ളി കയറാണ്. അപ്പൊ അദ്ദേഹം കുറച്ചും കൂടെ ശബ്ദം ഉറക്കെ പറയാണ്, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ല, ഇപ്പോൾ തന്നെ എനിക്ക് ഭക്ഷണം നൽകണം നിങ്ങൾ എന്ന് ഇദ്ദേഹം പറയാണ്. ആ ഒരു ഈഗോ നേച്ചർ കയറി ആ സമയത്ത് വരികയാണ്. അപ്പൊ ആ സമയത്ത് അകത്തെ സ്ത്രീ ഇറങ്ങി വന്നിട്ട് ഋഷിയോട് പറയുകയാണ്, അങ്ങയുടെ സ്വഭാവം എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്നെ കരിച്ചു കളയുമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? കാട്ടിൽ വെച്ച് അങ്ങ് ആ പക്ഷിയെ കരിച്ചു കളഞ്ഞതുപോലെ എന്നെയും ഭസ്മമാക്കുമെന്നാണോ അങ്ങ് ഉദ്ദേശിച്ച ആ സ്വഭാവം എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അത്ഭുതമായി. കാരണം എങ്ങനെ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം ഈ ഒരു കുടുംബസ്ഥയായ, ഈ ഒരു കർമ്മത്തിൽ പെട്ടുകിടക്കുന്ന ഈ ഒരു സ്ത്രീക്ക് എങ്ങനെ ഇത് മനസ്സിലായി? അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം അത്ഭുതമായി. അത് മാത്രമേ ചെറിയ പേടിയുമായി, ഇത് ആരാണ്, ഇത് എന്താണെന്നും അറിയത്തില്ല. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ടോൺ മാറി. ഭവതി എങ്ങനെയാണ് ഈ കാര്യം പറഞ്ഞത്? എങ്ങനെ മനസ്സിലായി ഈ കാര്യം? അങ്ങൊന്ന് പറഞ്ഞു നൽകിയാലും, കാരണം ഇത് അങ്ങ് സാധാരണ ഒരു വ്യക്തിയല്ല എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങ് വേറെ എന്തോ ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞു നൽകിയാൽ ഇത് എങ്ങനെ അങ്ങേക്ക് മനസ്സിലായി? അപ്പോ സ്ത്രീ പറഞ്ഞു, എനിക്ക് യാതൊരു സിദ്ധികളോ ഒന്നുമില്ല, നിങ്ങൾക്കാണല്ലോ സിദ്ധികളൊക്കെ ഉള്ളത്, എനിക്ക് സിദ്ധികളോ ഒന്നുമില്ല, ഞാൻ എന്റെ കർമ്മം ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ മാത്രം. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ആണെങ്കിൽ അങ്ങയുടെ ഗുരു ആരാണ്? ആ ഗുരുവിനെ എനിക്കൊന്ന് കാണിച്ചു നൽകിയാലും, കാരണം അങ്ങയുടെ ഗുരു അപ്പോൾ അതിശ്രേഷ്ഠനാണ്. കാരണം അങ്ങേക്ക് പോലും ഇത്രയും വലിയ കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അങ്ങയുടെ ഗുരു സർവോത്കൃഷ്ടനായ ഒരു ശ്രേഷ്ഠനായ ഒരു ഋഷി വര്യൻ, ഒരു സന്യാസി വര്യൻ, ഒരു ഗുരു തന്നെയാണെന്ന് പറയാണ്. അപ്പം ഇദ്ദേഹം പറയും, സ്ത്രീ പറയും, എന്റെ ഗുരുവ് എന്ന് പറയണത്, നിങ്ങള് ഈ ഒരു ഗ്രാമം കഴിയുമ്പോൾ ഒരു ചന്തയുണ്ട്, ആ ചന്തയുടെ അകത്ത് ചെല്ലുമ്പോ മൂന്നാമത്തെ കടയില്, അകത്ത് കയറിയിട്ട് മൂന്നാമത്തെ കടയില് എന്റെ ഗുരു ഉണ്ട്. അദ്ദേഹം ചന്തയിലാണോ ഗുരു ഇരിക്കുന്നത്? അതെ, ചന്തയിലാണ് എന്റെ ഗുരു ഉള്ളത്, അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഞാൻ ഉള്ളത്. ഓ, ചന്തയിലാണല്ലേ? അപ്പൊ അദ്ദേഹം എന്തായാലും പുറമേ നിന്നുള്ള ഒരു കർമ്മങ്ങളൊന്നും എന്താണോ എനിക്ക് അറിയത്തില്ല, എന്തായാലും കണ്ടേക്കാം, ചന്തയിലുള്ള ഗുരുവിനെ കണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ആ ഭൗതിയുടെ കാലൊക്കെ തൊട്ട് വണങ്ങി. കാരണം എല്ലാം മാറി. കാരണം അദ്ദേഹത്തിന് ഇപ്പം ഗുരുവിനെ കാണണം. എങ്ങനെ ഈ ഒരു സ്ത്രീക്ക് പോലും ഈ ഒരു സിദ്ധി കിട്ടിയെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ഒരു ചോദ്യം. അങ്ങനെ അദ്ദേഹം സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ചന്തയിലേക്ക് ചെല്ലുകയും അദ്ദേഹം തപ്പി അടയ്ക്കാണ്, മൂന്നാമത്തെ കട തപ്പി അടയ്ക്കാണ്. അപ്പൊ മൂന്നാമത്തെ കട നിൽക്കുന്നത് ഒരു ഇറച്ചി വെട്ടിന്റെ കടയാണ്. അപ്പൊ അദ്ദേഹത്തിന് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ലേ, ഒരു ഹിംസ ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെ ഒരു ഗുരുവാകും? ഒരിക്കലും ഇതല്ല, എനിക്ക് തെറ്റിപ്പോയതായിരിക്കാം. അപ്പൊ അദ്ദേഹം അവിടെ നോക്കിയിട്ട്, കാരണം മൂന്നാമത്തെ കട ഇറച്ചിവെട്ട് കടയാണ്, അദ്ദേഹം ഇറച്ചിവെട്ടുകാരനെ നോക്കിയിട്ട് പുറകോട്ട് തിരിഞ്ഞു പോകാൻ നേരത്ത് അദ്ദേഹം വിളിക്കാണ്, ഇങ്ങ് വരൂ, താങ്കൾ ഇങ്ങ് വരൂ, ആ വീട്ടിലെ സ്ത്രീ പറഞ്ഞു വിട്ടതല്ലേ നിങ്ങളെ, ഇങ്ങോട്ട് വരൂ. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. കാരണം അവിടെ സംസാരിച്ചിട്ടും കൂടിയില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ആരാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവിടെ ചെന്നു അദ്ദേഹം കൈകൾ കൂപ്പി എന്ന് പറയുകയാണ്, ഇതെന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങ് എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരു, അദ്ദേഹമാണ് ഗുരു. അപ്പോൾ കർമ്മം, അങ്ങക്ക് തോന്നുമായിരിക്കാം ഈ ചെയ്യുന്ന കാര്യങ്ങള് ചെയ്യുന്നതിലാണ് നമ്മുടെ കർമ്മഫലങ്ങൾ എല്ലാം ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഹിംസ ചെയ്യുന്നു, അപ്പൊ അതിന്റെ എല്ലാം ഫലം എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ഗൃഹസ്ഥാശ്രമി, ഒരു കുടുംബസ്ഥ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെതായ കർമ്മങ്ങളെല്ലാം മനസ്സിൽ ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇംപ്രഷൻസിലൂടെ ആ ഒരു കാർമിക് സൈക്കിളിൽ കിടക്കുന്നതാണ് എല്ലാ ജന്മങ്ങളും എന്നാണ് അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇതൊരിക്കലും കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. കർമ്മഫലം എന്ന് പറയണത്, ഇത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ്, അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫലം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈശ്വരന് സമർപ്പിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയാണ്. ഞാൻ ഈശ്വരന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്റെ മനസ്സില്
ഞാനൊരു വികസിതമായ കാഴ്ചപ്പാടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫലം എന്നുള്ളത് എന്നെ തൊട്ടു തീണ്ടി പോവുകന്നേ ഇല്ല. അത് മാത്രവുമല്ല, ഞാൻ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു വികസിതമായ കാഴ്ചപ്പാടിൽ ഞാൻ പ്രകൃതിയോട് അത്രയും അടുത്തുകൊണ്ടിരിക്കുന്നു. അതുവഴി ഈ തത്വങ്ങളെയെല്ലാം എനിക്ക് അറിയാനും സാധിക്കുന്നു. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടല്ല ഈ ഒരു കാര്യങ്ങളെല്ലാം എനിക്കും ആ ഒരു വ്യക്തിക്കും, എന്റെ ശിഷ്യപ്പെട്ടിരിക്കുന്ന ആൾക്കും ഒന്നും ഇത് വേറെ ഒന്നും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഞങ്ങൾ പ്രകൃതിയുമായി അത്രയും അടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈഗോ എന്ന നേച്ചർ ഇല്ലാത്ത ഒരവസ്ഥ. അതാണ് കർമ്മഫലത്തിൽ നിന്നും മോചിതനാവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വഴി എന്നുള്ളത്. അപ്പോ ഇതെല്ലാം കഥയെല്ലാം നിങ്ങൾ കേട്ടു. കഥയെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും എല്ലായ്പ്പോഴും കേട്ടുള്ള കാര്യമാണ് ഈഗോ നേച്ചർ, ഈഗോ നേച്ചർ, ഈഗോ നേച്ചർ. ഇവിടെയും ഭഗവാൻ പറയുന്നു, ഈഗോ നേച്ചറിൽ നിന്നും മുക്തി നേടിക്കഴിഞ്ഞാൽ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തി നേടാം. സോ എങ്ങനെ അതെല്ലാം സാധിക്കുന്നു? എന്താണ് ഈഗോ നേച്ചർ? ഈഗോ ഇല്ലാതെ ജീവിക്കാൻ പോലും സാധിക്കുകയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ആ ഒരു ഈഗോ നേച്ചർ ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്? ആ ഒരു കർമ്മയോഗം എനിക്ക് അരുളി ചെയ്ത് നൽകിയാലും ഭഗവാനെ എന്ന് അർജുനൻ പറയുകയാണ്. ഓക്കെ, അപ്പോ ആ ഒരു കർമ്മയോഗം അറിയണോ? യെസ് ഓർ നോ? കർമ്മയോഗം എങ്ങനെയാണെന്നുള്ളത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതൊരു ഫിലോസഫി ആണെങ്കിലും ഐഡിയോളജി ആണെങ്കിലും വാട്ട് എവർ ഇറ്റ്സ് എ തിയറി ആണെങ്കിലും എവരിത്തിങ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയും ഉണ്ടല്ലോ അല്ലെ? ബുക്കും പേനയും. യെസ് ഓർ നോ? ആ ബുക്കും പേനയും കയ്യിലെടുത്തോളൂ കേട്ടോ. ബുക്കും പേനയും കയ്യിലെടുത്തോളൂ. ഇനി ചിന്തിച്ചോളൂ. എന്ത് കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കർമ്മമുണ്ട്. യെസ്, മീൻസ് ഫലമുണ്ട്. എന്ത് ചെയ്താലും ഫലമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു പട്ടിയെ കണ്ടു, ആ പട്ടിക്ക് നല്ല ഓമനത്വം, ആ ഓമനത്വം തോന്നിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അച്ചോടാ ഒരു നല്ലൊരു പട്ടിയാണല്ലോ എന്ന് തോന്നുമ്പോഴും ഒരു കർമ്മം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആസ്വദിച്ച് ഒരു ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ഭക്ഷണത്തോടുള്ള ആ മനസ്സിലുണ്ടാകുന്ന ഇംപ്രഷനും അതും കർമ്മഫലമാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യം നോക്കിക്കഴിഞ്ഞാല് അനുനിമിഷവും കർമ്മങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങള് സുഹൃത്തുക്കളോടൊപ്പം ഇടപഴകുന്നു, അവനോട് നല്ല ഇഷ്ടമാണ് എനിക്ക് ആ വ്യക്തിയോട്. യെസ്, അപ്പൊ ആ വ്യക്തിയുമായിട്ടൊരു കർമ്മ ഫലം നിങ്ങൾ ആർജിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഫലമുണ്ട്. എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ടെന്ന് മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് ഈ കർമ്മഫലത്തെ നിങ്ങളൊരു ഉപ്പായിട്ട് കരുതുക. ഉപ്പ് എന്താണ്? ഉപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യത്തോട് ഒരു ഇഷ്ടം തോന്നുകയാണ്, അത് മനസ്സിലൊരു സുഖം നൽകുന്നുണ്ട്. അപ്പോ എന്താണ് ഇംപ്രഷൻ ഞാൻ ഉണ്ടാക്കിയ മനസ്സിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് എന്റെ ആ കാർമിക് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ എന്റെ ആ ഒരു കർമ്മം എന്ന് പറയുന്ന ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ ആ ഉപ്പിട്ടോളൂ. കാരണം അത് കർമ്മമായിട്ട് മാറി. ഓക്കെ, ഒരാളോട് നിങ്ങൾക്ക് പക തോന്നി, വൈരാഗ്യം തോന്നി, അപ്പൊ അയാളെ പറ്റിയുള്ള ഫ്രസ്ട്രേഷൻസ് ഉള്ളിൽ നിറയുകയാണ്. സോ കർമ്മം വീണ്ടും എന്ത് ചെയ്തു? നിങ്ങൾ ഉപ്പെടുത്ത് ഉപ്പായിട്ട് കരുതുക. കർമ്മഫലത്തെ ഉപ്പായിട്ട് കരുതുക. യെസ്, അത് നിങ്ങളുടെ ആ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ ഈ ഉപ്പ് ഇടുകയാണ്. ഈ ഒരു പാത്രം, ആ പാത്രത്തിൽ വെള്ളം ഉണ്ടെന്ന് കരുതുക. ഈ വെള്ളത്തിലേക്കാണ് നിങ്ങൾ ഈ ഉപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പാത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സായിട്ട് നിങ്ങൾ കരുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മ ഈ ഫലം നൽകുന്ന ഒരു സംഭവം ആ മനസ്സായിട്ട് തന്നെ കരുതിക്കോളൂ. മനസ്സിലുണ്ടാക്കുന്ന ഇംപ്രഷൻ ആണല്ലോ അല്ലെ ഈ ഒരു ഉപ്പ് എന്ന് പറയണത്. ഈ ഉപ്പെന്ന് ഞാൻ പറയാൻ കാരണം, സുഖമായാലും ദുഃഖമായാലും കർമ്മം തന്നെയാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു ഭക്ഷണത്തോട് അല്ലെങ്കിൽ വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടമായാലും ഉപ്പ് തന്നെ, ഒരു വ്യക്തിയോട് തോന്നുന്ന പകയായാലും വൈരാഗ്യമായാലും അതും ഉപ്പ് തന്നെ. അപ്പൊ ആ ഒരു കർമ്മം എന്താണോ ആ ഒരു ഫലം ആ കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പുണ്യകർമ്മം പാപകർമ്മം എന്നൊക്കെ പറയണത് നിങ്ങൾ ചെയ്ത കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പുണ്യകർമ്മം ആർജിച്ചെടുത്താലും ജന്മമുണ്ട്, പാപകർമ്മം ആർജിച്ചെടുത്താലും ജന്മമുണ്ട്. ആ പാപം ചെയ്തതിനനുസരിച്ചിട്ടുള്ള കർമ്മവും പുണ്യം ചെയ്തതിനനുസരിച്ചിട്ടുള്ള കർമ്മവും വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ കർമ്മത്തിന്റെ ആ ഒരു ഇതില് പുണ്യമോ പാപമോ എന്നുള്ളതില്ല. കർമ്മം മാത്രമാണ്. അതാണ് ഞാൻ ഉപ്പ് മാത്രമായിട്ട് അതിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സ് ഈ ഒരു പാത്രം, ഒരു ഗ്ലാസ്സിലെ വെള്ളമാണ്, അതിലേക്ക് ഈ ഉപ്പിട്ടുകൊണ്ടേ നിങ്ങൾ ഇരിക്കുകയാണ്. ഓക്കെ, ഈ ഉപ്പ്
നിങ്ങൾ കുടിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് നോക്കുമ്പോൾ ഈ വെള്ളം, ഈ ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം കുറച്ച് ടേസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന രുചി എന്തായിരിക്കും? ഓഫ് കോഴ്സ് എന്താണ്? ഉപ്പിട്ടിട്ടുണ്ടല്ലോ അല്ലെ? ചെറിയ ഉപ്പൊന്നായിരിക്കും, നല്ല കട്ടുപ്പായിരിക്കും അല്ലെ? പറഞ്ഞോ, ശരിയാണോ? നിങ്ങൾ 2 നുള്ള് ഉപ്പിട്ടു ആ ഗ്ലാസ്സിലേക്ക്, അപ്പൊ ഗ്ലാസിന്റെ വെള്ളത്തിന്റെ രുചി എന്താണ്? ഉപ്പാണ്, കട്ടുപ്പാണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു പറയൂ, ഞാൻ ഈ 2 നുള്ളു ഉപ്പിട്ട് കഴിഞ്ഞാലും ആ വെള്ളത്തിന് ഉപ്പില്ലാതെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഉപ്പില്ലാതെ ആക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 2 നുള്ളുപ്പ് മാത്രമേ ഉള്ളൂ. അതിനെ നിങ്ങൾക്ക് ഈ കട്ടുപ്പിനെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ അതിനെ കുറയ്ക്കാൻ സാധിക്കും? പറയൂ, ആലോചിച്ച് പറയൂ. ആരാദ്യം പറയും നോക്കട്ടെ. ആ, എന്താണ്? കിട്ടിയല്ലേ? ആഡ് മോർ വാട്ടർ. ഓക്കെ, ശരി. ആഡ് മോർ വാട്ടർ എന്ന് പറയുന്നേക്കാളും ഒരു ഉചിതമായിട്ട് നമുക്ക് പറയാം, ആ പാത്രത്തിന്റെ വലിപ്പം കൂട്ടുക. സ്വർണ്ണോ, അപ്പൊ അത്രയും വെള്ളം അതിലേക്ക് നിറയുകയാണ്. യെസ്, ആ ഒരു പാത്രവും വെള്ളവുമാണ് നമ്മുടെ മനസ്സ്. കറക്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ അതിലേക്ക് 2 നുള്ളി ഉപ്പിട്ട് കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നുണ്ട്? ആ വെള്ളത്തിന് ഉപ്പ് അതിനെ ബാധിക്കുന്നില്ല. ഈ ഉപ്പ് ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത്രയും വലിയ ഒരു അണ്ടാവുള്ള, അത്രയും വലിയ ഒരു പാത്രമാണെങ്കിൽ 2 നുള്ളി ഉപ്പിട്ട് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ആ വെള്ളത്തിന് രുചി ഉണ്ടാവില്ല. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള്? എത്രത്തോളം ഈ പാത്രം ചെറുതാവുന്നുവോ അത്രത്തോളം ഉപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, എത്രത്തോളം ഈ പാത്രം വലുതാകുന്നുവോ അത്രത്തോളം വെള്ളത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ഉപ്പില്ലാതിരിക്കും. ഈ കണക്ഷൻ മനസ്സിലായ? ഇത് ബേസ്മെന്റ് ആയി, ഇനി ഇതിന്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായോ? ഉപ്പില് എങ്ങനെ കുറച്ചെന്ന് മനസ്സിലായോ? യെസ്. ആ, ഇനി കേട്ടോളൂ. നമ്മൾ ഒരു കാര്യത്തെ കാണുമ്പോൾ ഇഷ്ടം തോന്നുമ്പോൾ മനസ്സിൽ ഒരു ടർബുലൻസ്, ഒരു 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 സംതിങ്, വരാം, അതിലേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നത്. ഈ മനസ്സിൽ ഒരു സംഭവം ഇങ്ങനെ ക്രിയേറ്റഡ് ആവുന്നുണ്ട് അല്ലെ? ഇഷ്ടം തോന്നുമ്പോ അല്ലെ? സംതിങ്, ഒരു ഇഷ്ടം. യെസ്, ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുവാണ്. അപ്പൊ സംതിങ്, എന്തോ ഒരു ഹൃദയത്തില് ഒരു സെൻസേഷൻസ്, എവറിത്തിങ്. കാരണം ആ വ്യക്തിയോടെ കാണുമ്പോൾ നമ്മുടെ ഉറക്കത്തിലും സ്വപ്നത്തിലും എല്ലായിടത്തും നമുക്ക് ആ വ്യക്തി എന്തോ ഒരു സംതിങ്. ഇപ്പൊ പുതിയ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയാറുണ്ട്, അടിവയറ്റിലൊരു സുഖം എന്നൊക്കെ പറയാറുണ്ട്. ഈ കാവ്യാത്മകമായിട്ടൊക്കെ പറയുമ്പോൾ ഒരു സെൻസേഷൻ. യു ആർ ക്രിയേറ്റിംഗ് ആൻ ഇംപ്രഷൻ ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഒരു നുള്ളു ഉപ്പിട്ടു എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതേപോലെ അട്രാക്ഷൻ മീൻസ് അട്രാക്ഷൻ അല്ല, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ഇംപ്രഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു വ്യക്തിയുടെ പകയാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഉള്ളിലൊരു സംതിങ് അല്ലെ, ഒന്ന് ചുരുങ്ങുന്നു, എന്തോ ഒരു ഭാരം കയറ്റി വെച്ചാലൊക്കെ തോന്നുന്നു, ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അത് പിന്നെ ഫിസിക്കലി അത് മാനിഫെസ്റ്റഡ് ആവും. എന്താ? BP കൂടുന്നു, രക്തം തിളയ്ക്കുന്നു, മുഖം ചുമക്കുന്നു, അത് പിന്നെ ഫിസിക്കലായിട്ട് മാറും. പക്ഷെ ആദ്യം മനസ്സില് ഒരു അതിശക്തമായ ഒരു ടെർബുലൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു 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 എന്താ പറയാ, ഒരു ചുരുങ്ങുന്നത് പോലെ, ഭാരം കയറ്റി വെച്ചേക്കണ പോലെയൊക്കെ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. യെസ്, ഇതാണ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയണത്. അത് നിങ്ങൾക്ക് ഒരു സുഖത്തിന്റെ പേരിലായാലും ദുഃഖത്തിന്റെ പേരിലായാലും ഈ മനസ്സിലുണ്ടാക്കുന്ന ഇംപ്രഷൻ ഉണ്ടല്ലോ, ആ ഇംപ്രഷൻ ഉണ്ടല്ലോ, ഇതാണ് ഈ കർമ്മഫലമായിട്ട് മാറുന്നത്. ഓക്കെ, കർമ്മഫലമായിട്ട് മാറുന്നത്. യെസ്, അപ്പോ നമ്മൾ കണ്ടു ഉപ്പിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പാത്രം വലുതാക്കണം എന്ന് കണ്ടു നിങ്ങൾ. യെസ് ഓർ നോ? യെസ്, ഉണ്ടാക്കിയിട്ടുണ്ടായി. ഈ മനസ്സില് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ, അതിനെ കുറയ്ക്കുവാനും ഒരു ഐഡിയ ഉണ്ട്. എന്തെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കിപ്പോ ഒരു വ്യക്തി നിങ്ങളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കരുതിക്കൊള്ളൂ കേട്ടോ. ഒരു ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് യു ആർ ഡൂയിങ് ഒരു സാമൂഹിക പ്രവർത്തനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് കരുതിക്കോളൂ. സാമൂഹിക പ്രവർത്തനം, നിങ്ങൾക്കറിയാം, ഇത് അനേകായിരങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അനേകായിരങ്ങൾ നിങ്ങളെ ദൈവത്തെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, അവരെല്ലാവരും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
ഈ ഒരു കർമ്മമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരാൾ നിങ്ങളോട് ഒരു 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 വൈരാഗ്യത്തോടു കൂടി പകയോട് കൂടി ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാലും, ആ വ്യക്തി ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും എത്രമാത്രം അത് നിങ്ങളെ ബാധിക്കും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാരണം നിങ്ങൾ ആ ഒരു മറ്റൊരു വലിയൊരു കാര്യത്തിൽ, കർമ്മത്തിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഒരാൾ വന്നിട്ട് ഇതെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പകയോടെ സംസാരിക്കുന്നത്. നോ ടൈം ടു ബോദർ. യെസ് ഓർ നോ? ഏശില്ല, അതാണ് കാര്യം എന്നുള്ളത്. നത്തിങ്, നിങ്ങൾക്ക് ഒന്നും തോന്നില്ല അവിടെ. കാരണം നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല, അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമില്ല അവിടെ. ഓക്കെ, ശരി. സെക്കൻഡ് കണ്ടീഷൻ, നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്തിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ഭാസ്കരൻ ചേട്ടൻ വന്നിട്ട് രണ്ട് വർത്തമാനം പറയണത്. ഏക്കോ ഏൽക്കാതിരിക്കോ? ഇപ്പോ എന്ത് സംഭവിക്കും? യേശുവോ യേശാണ്ടിരിക്കോ? യു ആർ തിങ്കിങ് ഓൺലി അബൌട്ട് യുവർ സെൽഫ്. വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ സെയിം തന്നെ. എന്ത് സംഭവിക്കും? നോട്ട് ഓൺലി ഹാപ്പി. ഓക്കെ, അനന്തനോട് ഞാൻ പറയാത്. ഓഫ് കോഴ്സ് യേശു ഇല്ലേ? ഇതാണ് ഈഗോ എന്ന് പറയണത്. ഈ സമയത്ത് രണ്ടും, ഇപ്പോ നിങ്ങൾ ആ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സമയത്തായാലും വീട്ടിലിരിക്കുന്ന സമയത്തായാലും ഉപ്പിന്റെ അളവ് സെയിം തന്നെ, 2 നുള്ള് മാത്രമേ ഉള്ളൂ. പക്ഷെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഇതാണ്. വീട്ടിലിരിക്കുന്ന സമയത്ത്, അതേസമയം നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? ഇത്രയും ഉണ്ട്. രണ്ടും 2 നുള്ള് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അത് മനസ്സിൽ ഇംപ്രഷൻ ഉണ്ടാക്കിയോ? യെസ്, ഈ ചെറിയ മനസ്സായപ്പോൾ ഇംപ്രഷൻ ഉണ്ടാക്കി. വലിയ അണ്ടാവായിരുന്നപ്പോൾ ഇംപ്രഷൻ ഉണ്ടാക്കിയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്, ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? ഇത് ഹാപ്പി ആയിട്ടല്ല. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു വലിയൊരു കർത്തവ്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കർത്തവ്യത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുമ്പോ 2 നുള്ള ഉപ്പ് വീണാലും ഒന്നുമില്ല അവിടെ. നത്തിങ്, ഒന്നുമില്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? വലിയൊരു കർത്തവ്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേക കാര്യങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിവർത്തനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കർമ്മത്തിന് അത്രയും പ്രാധാന്യം ഉണ്ട് അവിടെ. കാരണം അത്രയും ആളുകളെ they are treating you as God there. എനിക്ക് കാര്യോടെ പറയാം. അപ്പൊ എങ്ങനെയാണ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി അദ്ദേഹത്തിന് എന്തുകൊണ്ടായിരിക്കും കർമ്മങ്ങളൊന്നും ഏൽക്കാത്തത്? എവറിത്തിങ് ഇസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. അത് മനസ്സിലാക്കിക്കൊള്ളുക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരോടാണ്. കൗൺസിലിംഗ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 പേരുടെ കൗൺസിലിംഗ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പറയാം രാജപ്പൻ ചേട്ടൻ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, 2 പേരുടെ കൗൺസിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥയുണ്ട്. ചില ആൾക്കാരൊക്കെ കയ്യിൽ നിന്ന് പെട്ട് വീണിട്ടുണ്ട്. യെസ്, രാവിലെ നല്ല സന്തോഷത്തോടു കൂടി അയാൾ വിളിച്ചിരിക്കും. അപ്പൊ അയാൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഉച്ചയാകുമ്പോ തന്നെ അയാളെക്കാളും പ്രശ്നം നമുക്കായിരിക്കും. ഡിപ്രഷൻ അടിച്ച് തീർന്ന് അയ്യോ. കാരണം ഒരുപാട് പേരുണ്ട്, തളർന്നു പോകും. ഹൗ ക്യാൻ ഗുരുജിക്ക് എങ്ങനെ ഇത് സാധിക്കുന്നത്? ഗുരുജിയുടെ റുട്ടീൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ദിവസം 3 മണിക്കൂർ അദ്ദേഹം ഉറങ്ങാറുള്ളൂ. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. പ്രത്യേകിച്ച് ഓൺലൈൻ സമയം ആയതുകൊണ്ട് തന്നെ അതെ, ഓൺലൈൻ സമയം ആയതുകൊണ്ട് തന്നെ ഈ അമേരിക്കയിലൊക്കെയുള്ള കോൺഫറൻസ് സമയത്തൊക്കെ രാത്രി 1 മണിക്കൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളില്, ജപ്പാൻ, യെസ്, രാത്രിയിലാണ് ഇത് ഫുൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ ഉറക്കവും ഇല്ല. അപ്പൊ ഉറക്കം ഇല്ലാത്ത സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പോകുന്നു അല്ലെ? നിങ്ങൾക്കതെല്ലാം അറിയാം. ആ ഒരു എന്താ പറയാ, ഉൾഫ തീവ്രവാദികളുടെ, യെസ്, സൗത്ത് അമേരിക്കയിലെ ഉൾഫ തീവ്രവാദികൾ, സൗത്ത് അമേരിക്കയിലെ മറ്റേ എന്താണ്, ഫാർക്ക്, FAARC, ഫാർക്ക്, അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു തീവ്രവാദി സംഘടനയുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തതും സൗത്ത് അമേരിക്കൻ കൺട്രി ഏതാ ഞാനിപ്പോ വിട്ടുപോകുന്നു, കൊളംബിയ തന്നെ. കൊളംബിയയിലെ ഏറ്റവും പരമോന്നത പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നതും ഒക്കെ നിങ്ങൾക്കറിയാം. ബി ടയേർഡ്, രാത്രി ഉറക്കില്ല അദ്ദേഹത്തിന്, അതൊന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഉൾഫ തീവ്രവാദികളുടെ പ്രശ്നങ്ങൾ എല്ലാം എവിടെ ഗുരുദേവ് കൈ തൊട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രശ്നങ്ങൾ മീൻസ് ടർബുലൻസ് ഓഫ് മൈൻഡ്, ഓരോരുത്തരുടെ എനർജിയാണ്. അപ്പൊ ഈ ഊർജ്ജം എല്ലാം ട്രാൻസ്ഫർ ചെയ്യാണ് ഈ കൗൺസിൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു ഇംപ്രഷൻ ഇല്ലാതെ? ബിക്കോസ് എത്ര കിലോ കണക്കിന് ഉപ്പിട്ടാലും
സമുദ്രമാകുന്ന പ്യുവർ വാട്ടർ ആണ്. സമുദ്രം ഉപ്പാണ്, പക്ഷെ ഇവിടുത്തെ സമുദ്രത്തിൽ ഉപ്പില്ല. ആ സമുദ്രത്തോളം വലിയ ഒരു പാത്രമാണ് ഗുരുവിനുള്ളത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് നിങ്ങൾ എത്ര ഉപ്പിട്ട് കഴിഞ്ഞാലും അവിടെ അത് ഏൽക്കുകയില്ല. അപ്പോ അതാണ് ഇംപ്രഷൻ ക്രിയേറ്റഡ് ആവുക എന്ന് പറയണത്. അപ്പൊ മനസ്സിനെ വികസിപ്പിക്കണം. ദാറ്റ് ഇസ് ദ ഓൺലി വേ ടു ഗെറ്റ് റിഡ് ഓഫ് കർമ്മഫല. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ക്ലിയർ ആയോ? യെസ്. മനസ്സിനെ വികസിപ്പിക്കണം. when you are doing a service, ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത്രയും വികസിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും ഏശാത്തത്. ഓക്കെ, അത്രയും വലിയ സർവീസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും ഏശൂല്ല അവിടെ. വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യല്ല. കാരണം ക്ലിയർ ആയോ? ഓക്കെ, വെരി ക്ലിയർ ആണ്. ശരി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിലെല്ലാം പല തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഇപ്പൊ ഓരോരുത്തരും വീട്ടിൽ ചിലപ്പം വീട്ടിലെ ഭർത്താവിന് കെയർ ചെയ്യുന്നത് ഇറ്റ്സ് എ കർമ്മ, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നത് ഇറ്റ്സ് എ കർമ്മ. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലെ ബുക്കിലേക്ക് എഴുതിക്കോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആക്ഷൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പൊ ഡോക്ടർ അർച്ചനയാണെങ്കിൽ അദ്ദേഹം രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട്, അതാണ് അവരുടെ കർമ്മം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന കർമ്മം. പിന്നെ കുട്ടിയുടെ കാര്യമുണ്ട്, കുട്ടിയുണ്ട്. അപ്പൊ കുട്ടിയും അപ്പൊ അതിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്നുള്ളത് ഡോക്ടർ അർച്ചന അത് എഴുതിക്കോളൂ. എല്ലാവരും ബുക്ക് എടുത്തിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുക കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ജീവിതത്തിലെ കർമ്മം എന്താണ്. ഒരെണ്ണം എടുത്താൽ മതി, എന്നിട്ട് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായിക്കോളും. ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. അപ്പൊ എഴുതി കഴിഞ്ഞാൽ യെസ് എന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ്, അത് ആ ബുക്കിലേക്ക് അങ്ങ് എഴുതിക്കോളൂ. ഒരു പേജിൽ കേട്ടോ, ഏറ്റവും ടോപ്പിൽ എഴുതണേ, താഴേക്ക് കുറച്ച് നമുക്ക് എഴുതാനുണ്ട്. യെസ് യെസ് യെസ്. യെസ്. ഓക്കെ, ഒരാളെനിക്ക് വോളണ്ടിയർ ആയിട്ട് വേണം. ഒരാള്, ആരാണ് ഒരാള്? ഒന്ന് മഹേഷ് സാർ, ആർക്കെങ്കിലും കൈ ഉയർത്തുന്ന ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. അവരെഴുതിയിരിക്കുന്ന ഒരു ചോദ്യം അല്ലെ മീൻസ് അവരുടെ ആ കർമ്മം എന്താണെന്ന് പറയൂ. നമുക്ക് അത് ബേസ് ചെയ്ത് മുന്നോട്ട് പോവാം. ആരെങ്കിലും ഒരാൾ വോളണ്ടിയർ ആയിട്ടൊന്ന് പറയൂ. ആരാണോ അല്ലേ കോഹോസ്റ്റ് ആയിട്ട്? സിന്ധു പവസ്കർ. സിന്ധു പവസ്കർ ജിയെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ, ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ട്. സിന്ധുജി, ജയ് ഗുരുദേവ്. ജയ് ഗുരുദേവ്. പറഞ്ഞോളൂ, ആ ഒരു കർമ്മം എന്താണ്? യുവർ ആക്ഷൻ, വാട്ട്സ് ഇമ്പോർട്ടന്റ് ആക്ഷൻ യുവർ ലൈഫ്? ഞാൻ ബാങ്കറാണ്. അപ്പം ആക്ച്വലി മെയിൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് രാവിലെ പോകുന്നതിന് മുമ്പേ കുട്ടികൾക്കും ഹസ്ബൻഡിനുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് തലേന്ന് തന്നെ ആലോചിച്ച് വെക്കും. രാവിലെ എണീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ദിവസം മൊത്തം അവർ സേഫ് ആണെന്ന് നോക്കാനുള്ള ഒരു ഇതാണ് എൻ്റെ മെയിൻ ആക്ഷൻ. ഭർത്താവിനെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണം. അപ്പൊ ഇതിനെങ്ങനെ കർമ്മയോഗാക്കി മാറ്റിയെടുക്കാം, ഇതാണ് നമ്മളിപ്പോ അറിയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ കർമ്മയോഗാക്കി മാറ്റിയെടുക്കാം. ഓക്കെ, അത് മതി, ഒരാളുടെ മതി. ബാക്കി എല്ലാവരും നിങ്ങൾ ഇതുമായി കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ചെയ്യരുത്, അപ്പൊ എന്നെ സ്പോട്ട് ചെയ്തോളൂ. അപ്പോ സിന്ധുജി നമ്മുടെ കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി, ഭർത്താവിനെയും കുട്ടികളെയും ടേക്ക് കെയർ ചെയ്യണം. ആൻഡ് ദാറ്റ്സ് ഹെയർ കർമ്മ, ആൻഡ് ദാറ്റ്സ് ഹെയർ ആക്ഷൻ ജീവിതത്തില്. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി രാവിലെ എണീറ്റിട്ട് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്റെ മനസ്സിലുള്ള കാര്യം എന്താണ്? അവര് രണ്ടുപേരും, മക്കളും ഭർത്താവും എന്തായിരിക്കണം? അവരുടെ ആരോഗ്യം ഗംഭീരമായിരിക്കണം, അവരെപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അവരുടെ അത്രയും ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനമെല്ലാം എന്റെ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്നുള്ളത് ഇതായിട്ട് മാറിയത്. ഞാൻ അവരുടെ കാര്യത്തിൽ അത്രയും കോൺഷ്യസ് ആണ്. യെസ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ താഴെ
കുറച്ച് കാര്യങ്ങൾ എഴുതണം. എന്താണ് എഴുതണം നോക്കിക്കോളൂ. എന്തിനാണ് ഈ ഭർത്താവിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്? അപ്പം അദ്ദേഹത്തിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമാണ്. അത് അണ്ടർസ്റ്റുഡ് ആണ്. കാര്യം ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടത്, ഞാൻ എന്റെ ഭർത്താവിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ കർമ്മത്തിലൂടെ അനേകായിരങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കർമ്മം അങ്ങനത്തെ ഒരു കർമ്മമാണ്. ചിലപ്പോൾ അദ്ദേഹം ഒരു ബാങ്കർ ആയിരിക്കാം. അപ്പൊ ബാങ്കർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം കൊണ്ടിട്ട് ഒരു 100 ഹെൽത്തി ഒരുപാട് കുട്ടികളുടെ കാര്യമാണെങ്കിൽ സ്റ്റക്കായോ? കേൾക്കാമോ? കട്ടായിരുന്നു. എവിടം വരെ ഞാൻ പറഞ്ഞു? ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ജസ്റ്റ് ആ കർമ്മം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞില്ലേ? ഓക്കെ ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. ആർക്കൊക്കെയോ കേൾക്കരുത് എന്നുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. കറക്റ്റ് ആ സമയം അപ്പൊ കട്ടായത്. ഓക്കെ. സോ ഒന്നുകൂടെ പറയാം. ഈ ഒരു കേസ് എടുക്കുമ്പോ ഈ ഭർത്താവിലൂടെ അദ്ദേഹത്തിലൂടെ ഒരുപാട് പേരിലേക്ക് ഒരു നെറ്റ്വർക്ക് വളരെ പൂറാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത്രയും മതി. നിവൃത്തിയില്ല. വീഡിയോ ക്ലോസ് ചെയ്യായിരിക്കും നല്ലത്. അത്രയും പ്രശ്നമുണ്ടോ? റെഡ് കളറിലാണ് ഫുൾ കാണുന്നത്. മാറുന്നുണ്ട്, വളരെ വേരിയേഷൻ വരുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. വീഡിയോ സ്റ്റക്ക് ആണോ? ഇപ്പൊ ഓക്കെയാണ്. ബട്ട് നെറ്റ്വർക്ക് റെഡ് ആണ്. ഓക്കെ. അപ്പൊ കേട്ടോളൂ. ഒരു തവണ കൂടെ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നാളെ പറയാം. വീഡിയോ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ കേൾക്കാം. നോക്കാം, ഞാൻ ഒന്നുകൂടെ പറയാം. എന്നിട്ട് എന്താണ് അതിന്റെ അവസ്ഥ നോക്കട്ടെ. അപ്പൊ ചില നിമിത്തങ്ങളും ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അതില് വിശ്വസിച്ചോളാം. ഭർത്താവ് ഓക്കെ, ഒന്നുകൂടെ അങ്ങ് പറയാം. ഹസ്ബൻഡിലൂടെ, ഈ ഹസ്ബൻഡിന്റെ കർമ്മത്തിലൂടെ അനേകം ആളുകൾക്ക് ഇദ്ദേഹം ഹെൽത്തി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഗുണമുണ്ട്. സോ എന്റെ മനസ്സിൽ ആ ഒരു വലിയൊരു കാഴ്ചപ്പാടാണ്. കാരണം ഞാൻ ഇദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്യുന്നത് ഇദ്ദേഹത്തിലൂടെ അനേകം പേരിലേക്ക് ആ ഒരു സാത്വിക മൂല്യങ്ങൾ പോകുവാൻ വേണ്ടിയിട്ട്. കാരണം ഇദ്ദേഹം ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് ഈ ഇത്രയും ആളുകളിലേക്ക്, പ്രകൃതിയിലേക്ക് ആ ഒരു ഗുണങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ ടേക്ക് കെയർ ചെയ്യുന്നു. എന്റെ മക്കളെ ടേക്ക് കെയർ ചെയ്യുന്നത്, ഇവനെ ഞാൻ അത്രയും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഇത്രയും നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ വളർന്നു വരുമ്പോൾ അനേകം പേരുടെ പുഞ്ചിരിക്ക് കാരണമാവണം. ഈ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ, ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ഒരു ശബ്ദമാണ് എന്റെ മകൻ, എന്റെ മക്കൾ. അപ്പോൾ ഇവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ധർമ്മം എനിക്കുണ്ട്. ഇവനെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവന്റെ വാക്കുകളിലൂടെ അനേകമായിരങ്ങളിലേക്ക് ശാന്തത കൊടുക്കണം. ഇവന്റെ വാക്കുകളിലൂടെ അനേകായിരങ്ങൾക്ക് ആ ഒരു ഉയർച്ച ഉണ്ടാവണം. ഇവന്റെ പ്രവൃത്തിയിലൂടെ അനേകായിരങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണം. അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് അവർക്ക് കരകയറാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് ഐ ആം ടേക്കിംഗ് കെയർ ഓഫ് മൈ ചൈൽഡ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ എഴുതേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഏറ്റവും ആ ഒരു കർമ്മം എഴുതിയിട്ടുണ്ടല്ലോ, ആ കർമ്മത്തിന് താഴെ എഴുതുക എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് ഇതിനെ ബന്ധിപ്പിക്കൂ. ഞാൻ ഈ എക്സാമ്പിളാണ് പറഞ്ഞത്, ഭർത്താവിന്റെ കാര്യം. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ കർമ്മം, നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ കർമ്മം ഐ എം എ ഡോക്ടർ. കാരണം ഞാൻ ഈ ഡോക്ടർ ആയിരിക്കുന്നത് എന്ത് വേണ്ടിയിട്ടാണ്? എനിക്ക് അനേകായിരങ്ങളിലേക്ക് നല്ല മൂല്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. കറ പുരളാത്ത സ്വാത്വിക മൂല്യമുള്ള ആ ഒരു പോസിറ്റിവിറ്റി സാധിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ അത് ഒരുപാട് പേർക്ക് ദുഃഖത്തിലേക്ക് നയിക്കും. സോ ഐ ആം ഡൂയിങ് ഇറ്റ്, കം വാട്ട് മേ, ഐ ആം ഡൂയിങ് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് ഫോർ മൈ പർപ്പസ്. മാസാവസാനം ശമ്പളം വാങ്ങിക്കാൻ
ചെയ്യുന്നത് എന്താ പറയാ, നിങ്ങൾ ഇപ്പൊ ഹലോ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടുവോ? ഇടയിലെ ഒരു ഫസ്റ്റ് 30 seconds കേട്ടില്ല. എവിടെയാണ് കേട്ടെങ്കിൽ മനസ്സിലായിട്ടില്ല. ഒരു കാര്യം ഞാൻ ലീവായിട്ടൊന്ന് ജോയിൻ ചെയ്യാം, അപ്പോഴേക്കും നിങ്ങൾ അന്ന് എഴുതി വെക്കൂ. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായോ എല്ലാവർക്കും? യെസ് ഓർ നോ? കുറച്ച് കേട്ടില്ല. ഒരു ഹയർ പർപ്പസ് ആയിട്ട് നിങ്ങളുടെ കർമ്മത്തെ നിങ്ങൾ കണക്ട് ചെയ്യൂ, അത്രേ ഉള്ളൂ. എ ബിഗ് പർപ്പസ്. ഓക്കെ, അത് എത്രത്തോളം പോയിന്റ് അതിൽ ആഡ് ചെയ്യാം അത്രത്തോളം പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യൂ. ഐ ആം ടേക്കിംഗ് കെയർ ഓഫ് മൈ ചൈൽഡ് ബിക്കോസ് അവള് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവളിലൂടെ ഒരുപാട് സമൂഹത്തിന് അനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, തന്നെ ബിഗ് ക്യാൻവാസ് ആൻഡ് അറ്റാച്ച് യുവർ കർമ്മ ടു എ ബിഗ് ക്യാൻവാസ്. ഇപ്പൊ പഠിക്കുന്നത് PSC ആയിരിക്കാം, PSC ആ ഒരു ഇതിലായിരിക്കും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്റ്റുഡന്റ് ആയിരിക്കാം, ഒരു സ്റ്റുഡന്റ് 10ലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ +2 +1 ഏതോണം നിങ്ങളുടെ ക്ലാസ്. അപ്പൊ ഞാൻ പഠിക്കുന്നത് എന്റെ വീട്ടിലേക്ക് ഞാൻ അരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഇത് പഠിക്കുന്നത്. യെസ്, ഞാൻ പഠിച്ച ഈ ഒരു ജോലി ഞാൻ നേടിക്കഴിഞ്ഞാൽ അത് അനേകായിരങ്ങൾക്കുള്ളൊരു ഒരു കൈത്താങ്ങായിരിക്കും ഞാൻ. അതുകൊണ്ട് എനിക്കിത് കിട്ടിയേ മതിയാവുള്ളൂ. ബിക്കോസ് ഇത് കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു വലിയൊരു സേവ ചെയ്യുവാൻ സാധിക്കുള്ളൂ. കാരണം അവർക്ക് വേണ്ടി ഞാനിത് നേടിയെടുത്തേ മതിയാവുള്ളൂ. അറ്റാച്ച് യുവർ കർമ്മ ടു എ ബിഗർ പർപ്പസ്. അപ്പോ ഒരൊറ്റ രീതിയിൽ നിർത്തരുത്, നിങ്ങൾ അനവധി പോയിന്റുകൾ കണ്ടെത്തൂ. ഞാൻ അപ്പോഴേക്ക് ലീവായിട്ട് ജോയിൻ ആവാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് ഓർ നോ? ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ, ഒരു 5-10 മിനിറ്റ് എടുത്തോളൂ, കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് ലീവായിട്ട് ജോയിൻ ആവാം. ഞാൻ ഇവിടെ നോക്കട്ടെ. ഓക്കെ, ജയ് ഗുരുദേ, ജയ് ഗുരുദേ. ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞോ എവറിത്തിങ്? യെസ്, ഓക്കെ, വെരി ക്ലിയർ. ഇപ്പൊ നിങ്ങൾ ചെയ്ത പ്രോസസ് എന്താണെന്നറിയോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ഒരുപാടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ താഴെ എഴുതി വെക്കുന്ന പോയിന്റ്സ് ഇല്ലേ, ഇത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ബിഗ് ഞാൻ പറഞ്ഞ അണ്ടാവും എന്നൊക്കെ പറയുന്നില്ലേ, അത്രയും വലുതായിക്കൊണ്ടേയിരിക്കും, അത്രയും വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന പോയിന്റ്സിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നിങ്ങൾ ആ കർമ്മം ചെയ്യേണ്ടത്. യെസ്, വാട്ട് എവർ യു ആർ ഡൂയിങ്, ആ കാര്യത്തിലല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന എന്താണ്? ഈ താഴെ കാണുന്ന നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ബിഗ് ക്യാൻവാസിലുള്ള പോയിന്റിനെ അധിഷ്ഠിതമാക്കിയിട്ട് വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യുവാൻ. Okay, and when you are doing in this context, that is called karma yoga. And if you are doing this process your lifetime, that means you are a karma yogi. നിങ്ങളുടെ മനസ്സിൽ എന്താണ് വേണ്ടത്? ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മം, ആ കർമ്മം എന്താണോ, whether you are a husband, whether you are a teacher or a priest or a doctor, whatever, ഇനി അതല്ല എന്റെ കർമ്മം. ഞാൻ ഈ താഴെ എഴുതി വെച്ചിരിക്കുന്ന ബിഗ് ക്യാൻവാസിൽ കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അത് എത്രത്തോളം പോയിന്റ്സ് ഉണ്ടോ അത്രത്തോളം ബിഗ് ക്യാൻവാസിലേക്ക് വരും. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഈശ്വരൻ നിങ്ങളുടെ കർമ്മം അങ്ങ് ഏറ്റെടുക്കും. ഹയർ പവർ വിൽ ടേക്ക് ഔട്ട് യുവർ ഓൾ ഫലാസ്. ആ ഒരു കർമ്മഫലങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കും, നിങ്ങളെ സ്മൂത്ത് ആക്കി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പാത്രം എത്രത്തോളം ചെറുതാകുന്നുവോ ഇത് ഏറ്റവും ചെറുതാവുന്നതാണ്. ഞാൻ ഒരു ഡോക്ടറാണ്. എന്തിനു വേണ്ടിയാണ് ഡോക്ടർ ആയത്? ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പഠിച്ച് പാസ്സായതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് ഇത്രയും ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്,
എന്റെ മകനെ എനിക്ക് പഠിപ്പിച്ച് വലുതാക്കണം, എന്റെ മകനെ. അതുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഈഗോ. സൊന്നു. പക്ഷേ ഞാൻ ഡോക്ടർ ആയത് എന്റെ മകനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? എന്റെ മകൻ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് he will become a good human being. ഇവരിലൂടെ അനേകം ആളുകളിലേക്ക് ഒരു പോസിറ്റിവിറ്റി കൊടുക്കുവാൻ സാധിക്കും. അനേകം ദുഃഖങ്ങളെ എടുത്തു മാറ്റുവാൻ സാധിക്കും. എല്ലാ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ കേട്ടോ, അല്ലാതെ കാഡ്ബറി ചോക്ലേറ്റ് കഴിക്കുന്ന കർമ്മത്തെ പറ്റിയല്ല ഞാനിവിടെ പറയണത്. യെസ്, ഇംപ്രഷൻ എന്തൊക്കെ ഉണ്ടാക്കുന്നത്? ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി, മക്കളുടെ ഡ്യൂട്ടി, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, ഇതൊക്കെയാണ് ഏറ്റവും ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയണേ? നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ഏറ്റവും ഹയസ്റ്റ് കർമ്മം എന്താണോ, ഇതിലൂടെ ചെയ്യുമ്പോ വലിയ വിശാലമായ കാഴ്ചപ്പാട് വരുമ്പോൾ കർമ്മഫലം എന്നുള്ളത് ആ 2 നുള്ള ഉപ്പ് പോലെ അലിഞ്ഞില്ലാതെയാവും. ഈ വെള്ളത്തിൽ അതിനെ ബാധിക്കില്ല, മനസ്സിൽ അത് ബാധിക്കില്ല. ഫലത്തിൽ നിന്നും നിങ്ങൾ മോചിതനായിരിക്കുന്നു. മോചിതൻ. ആൻഡ് ദിസ് ഈസ് വാട്ട് വെൻ യു ആർ ഡൂയിങ് സേവ. നിങ്ങൾ സേവ ചെയ്യുമ്പോഴും ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ കർമ്മഫലങ്ങളെ എരിയിച്ചില്ലാതെയാക്കാണെന്ന് പറയണത്. പ്രത്യേകിച്ച് ആർട്ട് ഓഫ് ലിവിങ്ങില് നിങ്ങൾ ഒരാളെ കോഴ്സിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ കോഴ്സ് എടുത്തു കഴിയുമ്പോൾ പിന്നെ അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളമാണ്. സുദർശന ക്രിയ ലഭിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളമാണെന്ന്. യെസ്, അവരവസാനം വിളിക്കും നിങ്ങളെ. കുറച്ചൊക്കെ ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതില് നിങ്ങൾ ഒരുപാട് അസഭ്യം പറയുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കും, വാട്ടവർ. പക്ഷെ ആ കോഴ്സിന് ശേഷം കുറച്ചുകൂടെ പറയുമ്പോൾ അയാൾ വിളിച്ചിട്ട് പറയും, താങ്കൾ അന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്തത്, പക്ഷെ ഇന്ന് എന്റെ ജീവിതം അപ്പാടെ തന്നെ മാറിയിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് മാഡം, ഒരുപാട് നന്ദിയുണ്ട് സാർ. ആ ഒരു വാക്കാണ് നിങ്ങളുടെ ആ മനസ്സിനെ വികസിപ്പിക്കുന്നത്. ഈ വികാസത്തിലാണ് ബാക്കിയെല്ലാം എരിയിച്ചു പോകുന്നത്. സോ ഗുരുദേവ് എത്ര വലിയ കർമ്മമാണ്. കർമ്മഫലങ്ങളെ കളയുന്നതിന് വേണ്ടി ബോധമുണ്ട്. ബിഗ് ഞാൻ അനേകം ആളുകളുടെ മുഖത്തൊരു പുഞ്ചിരിക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തേ മതിയാവുകയുള്ളൂ. സോ വാട്ട് എവർ, ഞാനിത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആ ബിഗ് ക്യാൻവാസിലേക്ക് ജീവിതത്തെ മാറ്റുക. ബിഗ് ക്യാൻവാസിലേക്ക് നമ്മുടെ ബന്ധങ്ങളെ, ആ ഒരു ബ്രദർഹുഡിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു ബിലോങ്ങിങ്നെസ്. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദാറ്റ് ഈസ് 8ാമത്തെ ശ്ലോകം. 8ാമത്തെ ശ്ലോകം. എട്ടാമത്തെ ശ്ലോകം വരെ നമ്മളായിട്ടുണ്ട്. സാൾട്ട് ഡിസോൾവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. സാൾട്ടിനെ ഡിസോൾവ് ചെയ്യാൻ നമ്മുടെ അണ്ടാവിനെ അല്ലെ നമ്മുടെ ആ ഒരു പാത്രത്തെ വികസിപ്പിക്കുക. അപ്പൊ മനസ്സിനെ വികസിപ്പിക്കാൻ ലോകത്ത് ഒറ്റ വഴിയേ ഉള്ളൂ. ദാറ്റ് ഈസ് വെൻ യു ആർ ഗീവിങ്, വെൻ യു ആർ ഷെയറിങ്, വികസിക്കും. അപ്പൊ ആ ഹാപ്പിനെസ് ഉള്ളിലുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണ്? പ്ലഷർ അല്ല, ഹാപ്പിനെസ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ദാറ്റ് ഈസ് എപ്പോഴാണ് അത് കിട്ടുന്നത്? വെൻ യു ആർ ഷെയറിങ് ആൻഡ് വെൻ യു ആർ ഗീവിങ്. ഓക്കെ, വലിയ പാത്രമായിട്ട് മാറുകയാണ്. അർജുനോട് അല്ലാതെ പറയണത്, ഈ ഇരിക്കുന്ന ഒരു അർജുനനോടാണ് ഭഗവാൻ പറയുന്നത്, ഈ കർമ്മം ചെയ്യൂ അർജുന, ഈ കർമ്മം ചെയ്യൂ. എല്ലാം അവിടെ നിന്റെ എല്ലാ കർമ്മ ഫലങ്ങളും അവിടെ നശിക്കും, ഇല്ലാതെയാവും. ഈ കർമ്മം ചെയ്യൂ അർജുന. ഓക്കെ, അപ്പോ നമുക്ക് നാളെ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അടുത്ത ശ്ലോകം ഈസ് വെരി ബ്യൂട്ടിഫുൾ. തൽക്കാലം ഇവിടെ നമുക്ക് സമയം കുറവുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ബാക്കി നാളെ ചർച്ച ചെയ്യാം. യെസ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പോഴും എനിക്ക് അറിയത്തില്ല എന്താ നിങ്ങൾ സ്റ്റക്ക് ആണോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മുടെ സുമേരു ഗ്രൂപ്പിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റി നിങ്ങൾ ഈ ഒരു കർമ്മയോഗത്തിലൂടെ നിങ്ങൾ അത് ചെയ്യണം, കർമ്മയോഗമായിട്ട് ചെയ്യണം. അപ്പൊ ഈ കർമ്മയോഗത്തിലൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രകൃതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലായിക്കോളും. ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും, ഗ്രൂപ്പിൽ വരും. അപ്പൊ 100%
നിങ്ങൾ ചെയ്യൂ. വൈകുന്നേരം ആവുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പ്രകൃതി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, നിൽക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ജയ് ഗുരുദേവ്. എല്ലാം ഗംഭീരാവട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ജീവിതത്തിൽ നിറയട്ടെ. എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും കൂടെ ഉണ്ട്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സർവ്വവും സമർപ്പിച്ചുകൊണ്ട് ഒരു അംശമെങ്കിലും എനിക്ക് കർമ്മയോഗത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആ അനുഗ്രഹത്തെ ഞാൻ ആദരവോടും ബഹുമാനപൂർവ്വവും സ്വീകരിക്കുന്നു. ഇതാണ് നമ്മുടെ ഭാവം. അപ്പൊ നാളെ കാണാം രാവിലെ 6:30 സാധന. ജയ് ഗുരു.